ഒരു വിധത്തിൽ ഞാൻ വിചാരിച്ചു 2 ദിവസം എനിക്ക് ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കാമല്ലോ. 2 ദിവസമല്ല, ഒരാഴ്ച. എന്നാ പിന്നെ നീ പോയി കുളിക്കാൻ നോക്ക്, ഞാൻ അപ്പോഴേക്കും ഭക്ഷണം എടുത്ത് വെക്കാം കേട്ടാ. എന്തായാലും ഇത് കുളിച്ചിട്ട് വേണം എന്റെ സമാധാനമായിട്ട് എന്റെ റൂമിൽ കിടന്ന് ഉറങ്ങാൻ. നിന്റെ സാധനങ്ങളെല്ലാം ഗസ്റ്റ് റൂമിലോട്ട് മാറ്റി കേട്ടോ. അതെന്തിനാ ഞാൻ ഗസ്റ്റ് റൂമിൽ കിടന്ന് ഉറങ്ങണത്? കല്യാണം കഴിഞ്ഞ് ചേട്ടൻ്റെ കൂടെ വന്നപ്പോൾ ഗസ്റ്റ് റൂമിൽ കിടന്നു, അതൊക്കെ ഞാൻ പിന്നെ ഒന്നും പറയാൻ. പക്ഷെ എന്റെ വീട്ടിലും എനിക്ക് റൂമിൽ കിടന്നാലും എനിക്ക് ഉറക്കം വരുള്ളൂ. ഇത് പിന്നെ നീ കിടന്നോണ്ടിരുന്ന റൂമിൽ ചെറിയൊരു റൂമല്ലോടി, അതിന് 2 പേർക്ക് കിടക്കാം. പക്ഷെ എന്നാലും മരുമോനൊക്കെ വന്ന് നിൽക്കുമ്പോൾ അതിൽ കിടക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ നിന്റെ റൂമിലെ സാധനങ്ങളെല്ലാം മാറ്റി ഞാൻ ഗസ്റ്റ് റൂമിലോട്ട് വെച്ചത്. അമ്മേ, എന്റെ പഴയ ഡ്രസ്സൊക്കെ എത്തിയേ? ഞാനിവിടെ കല്യാണത്തിന് മുന്നേ ഇവിടെ വീട്ടിലിട്ട് ഡ്രസ്സൊക്കെ എത്തിയേ? പഴയ തുണിയൊക്കെ എടുത്ത് ഞാൻ കുറെ പള്ള കളഞ്ഞു. പിന്നെ കുറച്ചൊക്കെ ഞാൻ അടുക്കളയിൽ കൈക്കൽ തുണി ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ അപ്പുറം ഇപ്പുറയൊക്കെ തുടക്കാനും പിടിക്കാനൊക്കെ എടുത്തേക്കാം. കാണിച്ചത് നീ പുതിയ 2-3-4 ജോഡി അമ്മ പുതിയ മേടിച്ചു വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഇടി മോളെ. അമ്മ എനിക്ക് അതൊക്കെ ഇട്ട് കിടന്നാൽ ഒരു സമാധാനം ഉണ്ടാവത്തുള്ളൂ. പിന്നെ ആ തുണി കയറിയെന്നൊക്കെ വിചാരിക്കും, ആ തുണി അല്ലെങ്കിൽ വല്ല കത്തി പോയതെന്ന് വിചാരിക്കും. ക്രാഫ്റ്റിലൊക്കെ ഉണ്ടാക്കിയ കുറെ സാധനങ്ങളല്ലേ, അതൊക്കെ എന്ത് ചണ്ടി പണ്ടാര സാധനങ്ങളല്ലേ, അതൊക്കെ എടുത്ത് അമ്മ കുറെ കളഞ്ഞു. മൊത്തം കളഞ്ഞിട്ടില്ല, കുറച്ചൊക്കെ ആ സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ട്. എന്തിനാടി മോളെ ഈ പഴയ കുറെ സാധനങ്ങൾ? ഐസ്ക്രീം മേടിച്ച് അതിന്റെ ഡപ്പ കളയത്തില്ല.